ദേശീയ നേതൃത്വം തകർന്നാൽ പ്രവിശ്യാ യുദ്ധം തുടങ്ങുമെന്ന് ഇറാൻ. ഇപ്പോൾ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്ര എളുപ്പത്തിൽ തങ്ങളെ കീഴടക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൻ്റെ സംവിധാനങ്ങൾ, അതായത് ഇറാൻ്റെ സംവിധാനങ്ങൾ കുറ്റമറ്റതാണ്. അത് ഇറാൻ യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠമാണ്. അതിനാൽ തന്നെ ദേശീയ നേതൃത്വത്തിന് തകർച്ചയുണ്ടാകുന്നൊരു സ്ഥിതി വന്നാൽ പിന്നീട് പ്രവിശ്യാ യുദ്ധം തുടരും എന്നുള്ളതാണ്. മൊസൈക്ക് ഡിഫൻസ് സംവിധാനം, ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അസിതറ്റിക് വാർഫെയർ, ഇതാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. എന്താണ് ഇത് അസിതറ്റിക് വാർഫെയർ എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. അഥവാ ഇറാഖ് യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കക്ഷി എന്ന് പറയുന്നത് സദ്ദാം ഹുസൈനാണ്. അദ്ദേഹം അവിടുത്തെ സൈനിക കമാൻഡറാണ്, അവിടുത്തെ ഈ പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിൻ്റെ പരമാധികാരമുള്ള വ്യക്തിയാണ്, നിയമ സംവിധാനത്തിൻ്റെ ഹെഡാണ്. ഇറാഖിൻ്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനാണ് അവിടുത്തെ തീരുമാനമെടുക്കേണ്ട അവസാനത്തെ വാക്ക്. അപ്പോൾ അദ്ദേഹം വീഴുന്നൊരു സ്ഥിതി ഉണ്ടായാൽ, തകരുന്നൊരു സ്ഥിതി ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ താഴെയുള്ള സംവിധാനങ്ങൾ തകർന്നു പോവുക സ്വാഭാവികം. ഇങ്ങനൊരു യുദ്ധവും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കുന്ന കാര്യത്തിൽ സദ്ദാം ഹുസൈൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, യുദ്ധം പരാജയപ്പെടുക എന്ന് പറയുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ കാരണത്താൽ രാജ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, അഭിമാനം നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. അവസാനം ഒരു ഗതിയില്ലാത്ത അവസ്ഥ വന്നു. ലോകത്താകമാനം ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഒരു കാലത്ത് ഇറാഖിൻ്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ. പിന്നീട് എന്തായി? അയാൾ അങ്ങനെ നാട് നീങ്ങിപ്പോയി, അതോടുകൂടി അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത് ഇറാൻ പഠിച്ചു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം സൈലൻ്റ് ആണ്. ഒരുപാട് ചർച്ചയിൽ ഇറാൻ പങ്കെടുത്ത് നമുക്കറിയാം. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് 6 ചർച്ചകൾ നടന്നിട്ടുണ്ട് ഒമാനിൽ വെച്ച് 2025 കഴിഞ്ഞ കൊല്ലം. ഇവിടെ 2ാം ഘട്ടത്തിൽ ഇപ്പോൾ വിയന്ന അടക്കം 3ാം ഘട്ട ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഈ ചർച്ച നടത്തുന്ന സമയത്തൊക്കെ അവരുടെ ഒരു ലാളിത്യവും ഒരു എളിമയും ഒരു താഴ്ന്നുകൊണ്ടുള്ള ഒരു സംസാരം കേൾക്കുന്ന സമയത്ത് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് ഇവർക്ക് സൈനികപരമായ ശക്തിയും ബലമൊന്നുമില്ല, ഇവരാ പറയുന്ന കാര്യം തന്നെ ഉള്ളൂ. പിന്നെ അവരാകെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മിസൈലിനെ കുറിച്ച് സംസാരിക്കുന്നത് മാത്രം. സ്വാഭാവികപരമായ രീതിയിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏത് രാജ്യം പറയുന്ന രീതി തന്നെ അവർ പറഞ്ഞിട്ടുള്ളൂ എന്ന് അങ്ങനെ മനസ്സിലാക്കി. പിന്നീടാണ് അവരുടെ സൈനിക ബലവും ശക്തിയും അമേരിക്കക്ക് മനസ്സിലായത് ഇസ്രായേലിനും ലോകത്തിനും. അവർ ഓരോന്നിടത്ത് പ്രയോഗിക്കുന്നത്. ഇപ്പോൾ യുദ്ധം നിർത്താൻ അമേരിക്ക തയ്യാറാണ്, ഇസ്രായേൽ തയ്യാറാണ്, ഇറാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് യുദ്ധത്തിനോട് താല്പര്യം കൊതി വരുന്നു എന്നുള്ളതാണ്. വീണ്ടും 5 കൊല്ലം യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇറാനിൽ വന്ന ഈ പ്രസ്താവന എന്ന് പറയുന്നത് 1ാം നിര നേതാക്കന്മാർ പരമാവധി കൊല്ലപ്പെട്ടു. ആയത്തുള്ള അലി ഖംനായി മുതൽ അതിൻ്റെ താഴോട്ട് വെക്കുന്ന സമയത്ത് ഏകദേശം 22-24ഓളം ഏറ്റവും മുതിർന്ന വ്യത്യസ്ത മേധാവിത്വം വഹിക്കുന്നവർ മരണപ്പെട്ടിട്ടുണ്ട്, അതായത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 2ാം തലമുറ 2ാം നിരയാണ് അവിടെ വരുന്നത്. അത് യുവാക്കളുടെ നിരയാണ് ഏറെക്കുറെ. അതിലിപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ, വിദേശകാര്യ അബ്ബാസ് അറാഞ്ചി പോലെയുള്ള ഒരു 4-5 ആളുകളെ അല്ല 5-8 ആളുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം സൈനിക മേധാവിത്വത്തിലേക്ക്, ആത്മീയ മേധാവിത്വത്തിലേക്ക്, ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേധാവിത്വത്തിലേക്കൊക്കെ 2ാം തലമുറയിൽപ്പെട്ട ആളുകൾ യുവാക്കന്മാരാണ് കൂടുതലും കയറിയത്. അവരൊക്കെ തീവ്ര ചിന്താഗതി ഉള്ളവരാണ്, വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവരാണ്. അടിക്കടി, വെട്ടിന് വെട്ട്, യുദ്ധത്തിന് യുദ്ധം, അതിനപ്പുറം വേറൊന്നുമില്ല. ആ രീതിയിൽ നമ്മൾ പറഞ്ഞ സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ച പറയുമ്പോൾ ആ ഒരു വ്യക്തി വീണപ്പം രാജ്യം മൊത്തം വീണു. അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് പ്രസ്താവന ഇറക്കിയ കാര്യം ഇങ്ങനെയായിരുന്നു: സദ്ദാമും 2 മക്കളും 48 മണിക്കൂറിനിടെ രാജ്യം വിട്ടു പോകണം. സദ്ദാം അതിന് മറുപടി പറഞ്ഞത്, ഞാൻ ജനിച്ചത് ബാഗ്ദാദിലെ തിക്രിത്ത് എന്ന് പറയുന്ന പട്ടണത്തിലാണ്, ഞാൻ ഇവിടെ തന്നെയാണ് മരിക്കേണ്ടത്, അല്ലാതെ വേറെ രാജ്യത്തല്ല. ആ ഒരു സംഭവത്തോടനുബന്ധിച്ച് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം സദ്ദാമിനും മക്കൾക്കും അഭയം നൽകാമെന്ന് അവരുടെ ഒരു വീക്ഷണം കൊണ്ട് അവരത് പറഞ്ഞു. മറ്റു രാജ്യം പറഞ്ഞിട്ടുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിനാണ് മറുപടി പറഞ്ഞത്, സദ്ദാം ഹുസൈൻ മറുപടി പറഞ്ഞത്. അങ്ങനെയാണ് അന്നത്തെ സ്ഥിതികൾ. അപ്പോൾ ഒരു വ്യക്തി വീണാൽ രാജ്യം വീഴാൻ പാടില്ല. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അവർ സ്വരൂപിച്ചു വെച്ചു. കാര്യം നമുക്ക് കൃത്യമായിരിക്കുന്ന ഒരു ശത്രുണ്ട്, അത് ഇസ്രായേലും അമേരിക്കയുമാണ്. അവരാണെങ്കിൽ ലോക സൈനിക ബലവും ശക്തി ഉള്ളവരാണ്.
എല്ലാവിധ തന്ത്രങ്ങളും അവർക്ക് അറിയാവുന്നതാണ്, കുരുട്ടും അറിയാവുന്നതാണ്. അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ വീണു. അപ്പോൾ അവരെന്ത് ചെയ്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1 by 1 ആയിട്ട് അവിടെ സൈനികത്തെയും അതിൻ്റെ സംവിധാനത്തെയും സർക്കാർ മേഖലയും ആത്മീയ മേഖലയും 3 ഡിവൈഡഡ് ആയിട്ട് അത് വിഭജിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചു. ആദ്യം വിഭജിച്ചു, പിന്നീട് ഏകോപിപ്പിച്ചു. ഏകോപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേതൃത്വം, അതിന് 3 ആൾക്കാർ. അതല്ല ഈ ഒരു വ്യക്തി ഇല്ലെങ്കിലോ പിന്നീട് അവർക്ക് 3 ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വിധി നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം. ഇങ്ങനെയാണ് അത് വിഭജനം നടന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ദേശീയ നേതൃത്വം വീണാൽ പ്രവിശ്യ യുദ്ധം ആരംഭിക്കും. ഈ പ്രവിശ്യ യുദ്ധത്തെ തടയാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ല. 31 പ്രവിശ്യയാണുള്ളത്. അതൊരു ഗറില്ല പോരാട്ടം പോലെയാണ് ആ യുദ്ധത്തിൻ്റെ രീതി വരിക. ദേശീയ നേതൃത്വം എന്ത് ചെയ്യുന്നു, സൈനിക മേധാവികൾ തകരുന്നൊരു സാഹചര്യം വന്നിട്ടാണെങ്കിൽ പ്രവിശ്യ യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, സംസ്ഥാന അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ പ്രവിശ്യ അടിസ്ഥാനത്തിൽ സ്വന്തമായി കമാൻഡർമാർ, സ്വന്തമായി സൈന്യം, സ്വന്തമായി പ്രതിരോധ സംവിധാനം, സ്വന്തമായിട്ട് നേതൃത്വ നിര. അഥവാ തെഹ്റാൻ വീഴാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നോക്കേണ്ട കാര്യമില്ല. അവരുടെ സംസ്ഥാനത്ത് അവരുടെ പ്രവിശ്യയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് നീങ്ങുന്ന സമയത്ത് അവർ രാജ്യമായിട്ട് മാറും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റാണ് ദേശീയ നേതൃത്വം എന്ന് പറയുന്നത്. അത് വീഴ്ച ഉണ്ടാകുന്നൊരു സ്ഥിതി വന്നാൽ പിന്നീട് അത് 31 രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വിഭജിക്കുന്ന രീതിയിലുള്ള സംവിധാനം അവരൊരുക്കിയിട്ടുണ്ട്. ഓരോരോ രാജ്യവും ഓരോരോ പ്രവിശ്യയും ഓരോ രാജ്യമായിട്ട് മാറും. അതിന് സംവിധാന കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇവിടെ ഇറാൻ്റെ മിസൈൽ സംവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തോ 2 പ്രദേശത്തോ അല്ല, 31 പ്രവിശ്യയിലും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത രൂപത്തിലും ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, സുരക്ഷിത കേന്ദ്രങ്ങളിലാക്കിയിരിക്കുന്നു. അത് 31 രാജ്യം പോലെ അതിന് സംവിധാനിക്കുക. അതാണ് നമ്മൾ ഈ പറയപ്പെട്ട സ്വന്തമായി കമാൻഡർമാർ, സ്വന്തമായിട്ട് സൈന്യം, സ്വന്തമായിട്ട് പ്രവിശ്യ, അതിന് നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വളരെ കൃത്യമായ രീതിയിൽ അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇറാനോട് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഇതിന് തുടർച്ചയായ രീതിയിൽ ഒരു മെസ്സേജുകൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾ ഹോർമുസിൽ തടയില്ല. ലോക വിപണിയും ലോക പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറാനാൽ സൃഷ്ടിക്കപ്പെടുന്നു, ഇറാനാണ് ആ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതിന് അവരത് മറുപടിയാണ് പറയുന്നത്. ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഞങ്ങൾ തടയുന്നില്ല. അമേരിക്കയും ഇസ്രായേലും അവരുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾ ഹോർമുസ് കടലിലൂടെ ഞങ്ങൾ കടത്തി വിടില്ല, നിങ്ങൾക്ക് വരാം, യാതൊരു വിഷയവുമില്ല. അതിന് 2-3 നിബന്ധനകൾ. ഒന്ന്, വിനിമയം നടത്തേണ്ടത് ചൈനയുടെ കറൻസിയിലാവണം, യുവാൻ, ആ കറൻസിയിൽ വിനിമയം നടത്തണം. പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ചുങ്കം ഞങ്ങൾക്ക് തരണം. അതായത് വലിയ രീതിയിൽ ഹോൾസെയിൽ കച്ചവടം നടക്കണം. ഈ പെരുന്നാൾ ദിവസമൊക്കെ ഒരു പ്രത്യേക കച്ചവടമൊക്കെ കോഴിക്കോട് മുട്ടായിത്തെരുവിലൊക്കെ പോയാൽ കാണാൻ വേണ്ടി സാധിക്കും. അതിന് മുൻപ് ഒരു 4-5 കൊല്ലം മുമ്പൊക്കെ ഈ ഒഴിവാക്കപ്പെട്ടതോ അല്ലെ മാറ്റപ്പെട്ടതോ അതല്ലെങ്കിൽ ചിലവാവാത്ത എല്ലാ വസ്ത്രങ്ങളും മുട്ടായിത്തെരുവിൻ്റെ റോഡിലൂടെ ഇങ്ങനെ നിരന്ന് കിടക്കും. എന്നിട്ട് ലാഭത്തിന് ഇങ്ങനെ വിൽക്കുന്ന പരിപാടി. കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ സംഖ്യക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങൾ കിട്ടും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കെട്ടിക്കിടക്കുന്ന കുറേ സാധനങ്ങൾ വിറ്റ് ചെയ്യും. വലിയ പരിപാടിയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധം കൊണ്ട് വീർപ്പ് കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് 1970 ശേഷം 1969-70 അവിടെ സ്വാതന്ത്ര്യമാകുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക് വരുന്നത്. അതിനുശേഷം 10-25 കൊല്ലമായിട്ട് 10-45-50 കൊല്ലത്തോളം അവരനുഭവിക്കുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ടാക്സ് ഒഴിവാക്കി, നികുതി ഒഴിവാക്കി, ഭീഷണി ഒഴിവാക്കി, ആർക്കും എങ്ങോട്ടും പെട്രോൾ നടത്താവുന്ന രീതിയിൽ ആ പരിപാടി ഇപ്പോൾ ഇറാൻ വല്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വരൂ, പെട്രോൾ അടിച്ചു പോയിക്കോളൂ, യാതൊരു വിഷയവും കാര്യങ്ങളും ഇല്ല, നിങ്ങൾ ഇന്നതാണോ, നിങ്ങൾ ഈ കറൻസി ഇന്ന രീതിയിലാവണം, 2-3 കണ്ടീഷൻ, ഞങ്ങളുടെ പൈസ ഞങ്ങൾ തരണം. അങ്ങനെ ഹോർമുസ് കടലിൻ്റെ ഭാഗം തുറന്നുകൊണ്ട് വലിയ രീതിയിൽ ഹോൾസെയിൽ കച്ചവടം പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ നല്ല അവസരമാണ്. അത് അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും വലിയ രീതിയിലുള്ള വരുമാനം സാമ്പത്തികം ഉണ്ടാക്കി കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കക്കും ഇസ്രായേലും വലിയ സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടവും ആയുധ നഷ്ടവും കപ്പൽ നഷ്ടവും യുദ്ധവിമാന നഷ്ടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും നഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ യുദ്ധവിമാനം വല്ലാതൊന്നും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അവർ ആകെ അയക്കുന്ന മിസൈലാണ്. മിസൈൽ എന്തായാലും തിരിച്ചു വരില്ല എന്നുള്ളത്, അത് പൊട്ടിത്തെറിക്കുന്നുള്ള ഉറപ്പാണ്. നമ്മൾ പടക്കം ഇടുന്ന പോലെയാണ്, ഇട്ട പടക്കം ഒരിക്കലും തിരിച്ചു വരില്ല, അത് പൊട്ടാനുള്ളതാണ് നമ്മൾ ഇടുന്നത്. അതുപോലെയാണ് ഇറാൻ മിസൈൽ ഇടുന്നത്. മിസൈൽ ഇടുന്നത് എന്താ, അത് പൊട്ടാനുള്ളതാണ്, അതൊരിക്കലും തിരിച്ചു വരില്ല, തിരിച്ചു വരുത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടം ഇതിലല്ല. എന്നാൽ ഇതിൻ്റെ മേഖലയിൽ ഇടുന്ന സമയത്തും നേതാക്കന്മാരെ കൊല്ലുന്ന സമയത്തും വലിയ നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അതിന് അനുസരിച്ച് ഇവർ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്.
ഇവിടെയാണെങ്കിൽ ഹോർമൂസ് കടലായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നു. ഇപ്പോഴത്തെ വിവരം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട അറേബ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും ഷോർട്ട് വേ ആണ് ഈ പറയപ്പെടുന്ന ഹോർമൂസ് കടൽ എന്ന് പറഞ്ഞത്. ആ ഹോർമൂസ് കടലിലൂടെ അങ്ങോട്ട് മാത്രമല്ല കപ്പൽ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട, വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഇലക്ട്രിക്കൽ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പറയപ്പെട്ട ഹോർമൂസ് കടൽ കടന്നിട്ടാണ് ഗൾഫ് രാജ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്, 2 ടാക്സ് അവർക്ക് കിട്ടും. ചൈനയിൽ നിന്നൊക്കെ കൂടുതൽ ഇലക്ട്രോണിക്കൊക്കെ വരുന്നത് ഈ വഴിയാണ് എങ്ങോട്ട് അറേബ്യൻ രാജ്യങ്ങളിലേക്ക്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ടാക്സ് കൂടുതൽ വാങ്ങാൻ വേണ്ടി പറ്റും. മറ്റേത് രാജ്യങ്ങൾ വരികയാണെങ്കിലോ അത് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ യുദ്ധ സാഹചര്യം ആ സമയത്ത് എല്ലാത്തിനും വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് സാധനം കിട്ടില്ല. അങ്ങനെ സമയത്ത് അവരും പറയും ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ പല മേഖലയെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ടാക്സ് ഇരട്ടി വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറാവും. കാര്യം എന്ന് പറഞ്ഞാൽ തോക്കും പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. തോക്ക് ചൂണ്ടി പടം വാങ്ങുന്നി എന്നൊക്കെ പറയുന്ന അതേ രീതിയിലാണ് ഹോർമൂസ് കടലിൽ ഇപ്പോൾ ചുറ്റുഭാഗത്തുള്ളത്. അമേരിക്കൻ ഒരു പടക്കപ്പലിന് പോലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം അമേരിക്കയ്ക്ക് നേരെ ഇവരിങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ നിന്ന് ഓരോരോ മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് പിന്മാറിയിട്ടാണ് പിന്നെ ആക്രമണം നടത്തുന്നത്. അവിടെ അബ്രഹാം ലിങ്കന്റെ കപ്പൽ തീപിടിക്കപ്പെട്ടു, നടുക്ക് പിളർന്നിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്ഥിരീകരിക്കപ്പെടാത്തതായതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല. അതിശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 89 യുദ്ധവിമാനറ്റാണ് അബ്രഹാം ലിങ്കന്റെ കപ്പലുള്ളത്. ഏകദേശം 16 വിമാനങ്ങളിൽ കത്തിപ്പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തമായിരിക്കും മിസൈലാണ് വിട്ടത്. പക്ഷേ അമേരിക്ക സ്ഥിരീകരിക്കില്ല. അത് കംപ്ലീറ്റ് കത്തിയാലും കംപ്ലീറ്റ് താന്നു പോയാലും അവർ സ്വീകരിക്കില്ല. ഞങ്ങളത് മുങ്ങി ബോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോയതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത് എന്ന് പറയുകയും ചെയ്യും. ലോകം അത് വിശ്വസിക്കുകയും ചെയ്യും. അമേരിക്ക പറഞ്ഞിട്ടാണ് അങ്ങനെ വിശ്വസിക്കുമല്ലോ. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ മീഡിയകളുണ്ട്, കേരളത്തിലുണ്ട് അങ്ങനത്തെ കുറേ പ്രവർത്തിക്കുന്ന ടീം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ദേശീയ നേതൃത്വം വീണാൽ പിന്നീട് പ്രവിശ്യ യുദ്ധം തുടങ്ങും. അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉദാഹരണം പറയാനുണ്ട്? ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ ഉദാഹരണമാണ്. താലിബാൻ ഭീകരവാദി രാജ്യമായിരുന്നു. പെൻറ്റഗൺ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായി. അൽഖ്വയ്ദക്ക് വലിയ പ്രാക്ടിക്കൽ നൽകിയത് അന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരാണ്. ആ താലിബാൻ സർക്കാർ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ഭരണത്തെ പുറത്താക്കി. ഹമീദ് കർസായുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംവിധാനം അമേരിക്ക പ്രതിഷ്ഠിച്ചു. 17 കൊല്ലം അവർ ഭരിച്ചു. 18ാമത്തെ കൊല്ലം ഇതേ തീവ്രവാദിയായിരിക്കുന്ന വിഭാഗം അവിടേക്ക് ഇടിച്ചു കയറി ഈ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് അവിടെ അധികാരത്തിൽ വരികയും ചെയ്തു. 2500 അമേരിക്കൻ സൈനികർ അവിടെ ഉള്ള സമയത്താണ് ഇവർ അധികാരത്തിൽ വന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അമേരിക്ക അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന എയർപോർട്ട് തിരിച്ച് ഇതിനിടെ ചോദിച്ചിരുന്നു, ഞങ്ങൾ തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു, യുദ്ധത്തിന് തയ്യാറാണെന്ന്. ആ രീതിയിലുള്ള മനുഷ്യന്മാരും ഭൂമിയിൽ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ വാക്കുകൾ ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.